मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। വാവ്, അടിപൊളിയായിട്ടുണ്ട്. എന്ത് പറ്റി സോർദാർ? അങ്ങോട്ട് നോക്ക് കൂട്ടുകാരെ, നമുക്കും പോയി പാരാസെയിലിംഗ് ചെയ്യാം. അതെ, നല്ല രസമായിരിക്കും. വരൂ. എനിക്ക് ഇതുപോലത്തെ ഐലൻഡ് മുഴുവനായിട്ടൊന്ന് കാണണമായിരുന്നു. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? അപ്പൊ ഇവനെ വിടണമല്ലേ? എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. ബണ്ണി, സോർദാർ, പോപ്പറ്റ്, എന്തെങ്കിലും ചെയ്യ്. എന്നെ വേഗം രക്ഷിക്ക്. ഈ കാറ്റ് നമ്മളെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഞങ്ങളെ സഹായിക്കേ. എടാ, ഞാൻ എന്ത് സഹായിക്കാനാണ്? ഞാൻ തന്നെ ആകെപ്പാടെ പേടിച്ച് വിറച്ചിരിക്കുക. നീ എന്തിനാ പേടിക്കുന്നത്? നീ പോപ്പട്ടല്ലേ, നിനക്ക് പറക്കാലോ. അതെ, ഈ വെപ്രാളത്തിനിടയ്ക്ക് ഞാൻ ചിലപ്പോ ഇതൊക്കെ മറന്നു പോവുക. എനിക്ക് പറക്കാൻ കഴിയും. സോർദാറെ, ഐലൻഡ് കാണണമെന്നുള്ള നിന്റെ ആഗ്രഹം ഇപ്പോൾ ഇതാ പൂർത്തിയാകാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇതാ ഒരു ഐലൻഡിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അല്ല, എന്താ ഇത്? രക്ഷിക്ക്, ആരെങ്കിലും എന്നെ രക്ഷിക്ക്, രക്ഷിക്ക്. അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. പോപ്പട്ടെ, ഇപ്പോഴെന്തിനാ വിളിച്ചു പോകുന്നത്? നിന്നെ സോർദാറും ബണ്ണിയും ചിലന്തി വലയുന്ന എപ്പോഴേ രക്ഷിച്ചു കഴിഞ്ഞില്ലേ? എടാ, വിളിച്ചു പോകുന്നത് ഞാനല്ല, ഇത് വേറെ ആരുടെയോ ശബ്ദമാണ്. എങ്കിലും ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ ഒന്ന് സഹായിക്കേ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് വരണേ, രക്ഷിക്കണേ. കൂട്ടുകാരെ, ശബ്ദം വരുന്നത് ഈ കുഴിക്കകത്തുനിന്നുമാണ്. മുയൽ ചേട്ടാ, പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. ആരെങ്കിലും പോയി കയറെടുത്തോണ്ട് വാ. വയറ് കിട്ടാൻ ഇവിടെ പാടാണ്. ഞാൻ വേണമെങ്കിൽ കയറെടുത്തോണ്ട് വരട്ടെ. എടാ കഴുതേ, നിനക്കെന്താടാ കാത് കേട്ടൂടെ? ഞാൻ പറഞ്ഞത് കയറെന്നാണ്, വയറെന്നല്ല. ഓ, കയറാണോ? അത് വീട്ടിലുണ്ട്. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരട്ടെ. നീ വീട്ടിൽ പോയി കയറെടുത്തോണ്ട് വരുമ്പോഴേക്കും ഈ മുയൽ ചേട്ടന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞും എനിക്ക് ജനിച്ചിരിക്കും. ഞാൻ വരുമ്പോ ഗിഫ്റ്റും കൂടി കൊണ്ടുവന്നേക്കാം. മുയൽ ചേട്ടാ, മറക്കാതെ എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് അയക്കണം, കേട്ടല്ലോ? ഹണി, നീ വിട്ടേക്ക്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. നിക്ക്, ഞാൻ പോയി എന്തെങ്കിലും ചെയ്യാം. ദാ കിട്ടി കയറ്. ഇത് വെച്ച് അദ്ദേഹത്തെ സഹായിക്കാം. എന്റെ മുയൽ ചേട്ടാ, മുകളിലേക്ക് വരാനുള്ള വഴി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ താഴോട്ട് പോയത്? കഴുതേ, അദ്ദേഹം കാൽ തെറ്റി താഴെ വീണുപോയതാ. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇവിടെ. ആരാ നിങ്ങള്? സാർ, ഞങ്ങൾ പാരാഗ്ലൈഡിംഗ് ചെയ്യുകയായിരുന്നു. അബദ്ധത്തിൽ ഇവിടെ ഒന്ന് പെട്ടുപോയതാണ്. നിങ്ങൾ ഇവിടെ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. ഇവിടെ നടക്കുന്ന വല്ലാത്ത ഭരണമാ.
മുയൽ ചേട്ടാ, അങ്ങനെയുള്ള ഭരണമൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറെ ആയി കഴിഞ്ഞു. ഇപ്പോൾ ജനാധിപത്യമാണ്. എന്റെ കൊച്ചളിയ, ജനാധിപത്യം എന്നുള്ള പടം ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാണ്. വളരെ നല്ല പടമാണത്. കഴുതേ, അവൻ പറഞ്ഞത് പടത്തിന്റെ കാര്യമല്ല, ഇന്നിവിടെ നടക്കുന്നത് ജനാധിപത്യ ഭരണമാണെന്നാണ്. സംശയമുണ്ടോ? ഇവിടെ ഭരണം നടത്തുന്ന ഒരു ചെന്നായാണ്. അവന്റെ പേര് റബ്ബർ സിംഗ് എന്നാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാ. ഞങ്ങളെ എല്ലാവരെയും പിടിച്ച് പട്ടണത്തിലെ സർക്കസുകാർക്ക് അവൻ വിൽക്കുക. ഇത് അപകടം പിടിച്ച ഒന്നാണ്. നിങ്ങൾ വേഗം വരൂ, നമുക്ക് എന്തായാലും ചെന്നായ ഒന്ന് കാണാം. കൊച്ചളിയ, താൻ ചെന്നായ കണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? അവന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ പോവാണ്. മനസ്സിലായോ? സെൽഫിയുടെ കാലത്ത് എന്തിനാ ഓട്ടോഗ്രാഫ് മേടിക്കുന്നത്? ഇവൻ എന്നെക്കാളും വലിയ കഴുതയാ. ഇവിടെ കഴുതേ, അവരെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാഠം പഠിപ്പിക്കണം. ഇങ്ങനെ ഇവിടെ സംസാരിച്ച് നിൽക്കുന്നോണ്ട് ഒരു കാര്യവുമില്ല. വേഗം വരൂ. വരൂ, ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം. എന്താടാ ഇത്? സൂവിന്റെ മാനേജർ നമ്മളോട് എന്താ പറഞ്ഞതെന്നറിയാമോ? എനിക്കെന്തറിയാം? നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങൾ തന്നെ കേട്ടത്. മറ്റുള്ളവർ സംസാരിക്കുന്നത് പറഞ്ഞെന്ന് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എടാ മണ്ട, നീ എന്റെ ആളാണോ അതോ മറ്റാരുടെയെങ്കിലും ആളാണോ? നിന്നോട് എപ്പോ എന്ത് ചോദിച്ചാലും നീ അഹങ്കാരത്തോടെ മറുപടി പറയൂ. നോക്കെ, ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ്. കൂടാതെ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ ജോലി അങ്ങ് രാജിവെക്കാം. എടാ ചക്കരക്കുട്ട, എന്തിനാടാ നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? നീ എന്റെ ചക്കരക്കുട്ടനല്ലേടാ. വേഗം നീ അയലിക്കുട്ടിയെ പിടിച്ച് പാഴ്സലാക്ക്. നമുക്ക് സൂ മാനേജർക്ക് കൊടുക്കേണ്ടതല്ലേടാ. അങ്ങനെ കൊടുത്താലല്ലേ നമുക്ക് ഒരുപാട് കാശ് കിട്ടൂ. വേഗം പോടാ. എന്റെ കുട്ടിയെ എങ്ങോട്ടും അയക്കരുത്, അവനെ വിടൂ. കുട്ടിയോട് വല്ലാത്ത സ്നേഹമാണെന്ന് തോന്നുന്നു. അത് ശരി, അപ്പൊ ഇവനെ വിടണമല്ലേ? അവനെ എങ്ങാനും വിട്ടാ നിന്നെ ഞാൻ പിടിച്ചകത്താക്കൂടാ കഴുതേ. അനങ്ങിപ്പോകരുത് റബ്ബർ സിംഗ്. കഴുത അവനല്ല, കഴുത ഞാനാണ്. യഥാർത്ഥ കഴുത അല്ലേ കൊച്ചളിയ? നിങ്ങളൊക്കെ ആരാണ്? ഞാൻ ഹണി, ഇവൻ ബണി, ഇത് സോർദാർ, ഇത് പോപ്പട്ട്, പിന്നെ ഇത് മുയൽ ചേട്ടൻ. നീ എന്തിനാടാ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്? ഇവിടെ എന്താ, നീ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോവാണോ? നിങ്ങൾക്കൊക്കെ ജീവനിൽ പേടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ വെറുതെ വിട്ടേക്ക്. ഈ കാക്ക വല്ലാതെ കിടന്ന് ചെലക്കുന്നുണ്ട്. ഉടനെ പിടിച്ചതിനെ കൂട്ടിനകത്താക്ക്. വെയിലത്ത് പറന്ന് പറന്ന് ഞാൻ കറുത്തെന്നാ തോന്നുന്നത്. കാണുന്നവരൊക്കെ എന്നെ കാക്ക കാക്ക എന്നാ വിളിക്കുന്നത്. ഓപ്പണിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് നീ ഈ കടമ്പ ഒന്ന് കടക്കേണ്ടി വരും. എടാ ബണ്ണി, നീ ഇന്നലെ നിന്റെ പേര് മാറ്റിയോടാ. എന്നോടൊരു വാക്ക് പോലും നീ പറഞ്ഞില്ലല്ലോ. എടാ മണ്ട, അവൻ ഡയലോഗ് പറഞ്ഞതാണ്. ബണ്ണി എന്തിനാണ് ഡയലോഗ് ഒക്കെ പറയുന്നത്? ഇവിടെ എന്താ വല്ല ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? എന്തോ ഷൂട്ടിങ്ങോ? ഏത് പടം പറഞ്ഞാലും ശരി, എനിക്കൊരു ചെറിയ ഹീറോ വേഷം തരണം കേട്ടോ. ഞാൻ അടിപൊളിയായിട്ട് പഞ്ച് ഡയലോഗ്സ് ഒക്കെ പറയും കേട്ടോ. ഇന്നാ കേട്ടോ, കളി എന്നോട് വേണ്ട മോനെ ദിനേശ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം മോനെ ദിനേശ, നിന്റെ കളി എന്റെ അടുത്ത് വേണ്ട. എങ്ങനെയുണ്ട് പറയേ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് മണ്ടത്തരങ്ങൾ? ഇവിടെന്താ ഡ്രാമ നടക്കുകയാണോ? തല്ല്, വേഗം തല്ല്. അമ്മ
ആ? ഈ റബ്ബർ സിംഗ് എവിടെ പോയി? ഏ? ആ? ഓ. ആ? ആ. എന്നെ വിട്ടേ പ്ലീസ്, പ്ലീസ്. വളരെ നന്ദിയുണ്ട് കൂട്ടുകാരെ. നിങ്ങൾ എന്നേക്കുമായി ഞങ്ങളെ റബ്ബർ സിംഗിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുപാട് നന്ദി. അതൊക്കെ ശരി. എന്നാൽ ഒരു കാര്യം പറയേ, ഞങ്ങൾ എങ്ങനെയാണ് ഐലൻഡിൽ നിന്ന് പുറത്തേക്ക് പോവുക? ഞാൻ പറഞ്ഞു തരാം. ഇതാ റബ്ബർ സിംഗിന്റെ ബോട്ടാ. ഇതിലാ ഞങ്ങളെ കൊണ്ടുപോയി സൂല് വിടുന്നത്. നിങ്ങൾ ഇതെടുത്തോണ്ട് വയ്ക്കോ, ഒരു പ്രശ്നവും ഇല്ല. ബൈ 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 ബൈ.